എന്റെ അടുത്ത് നിന്ന് ഒളിക്കുന്നുണ്ട്. നിന്നെ കൊല്ലാൻ വേണ്ടി അറ്റാക്ക് വരെ സംഭവിച്ചിട്ടുണ്ട്. ആരാ ഇതിന് പുറകിൽ? ആ പുതിയ കമ്പനിക്കാരൻ അയാളല്ലേ? അവരായിരിക്കാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. അതറിഞ്ഞിട്ടിപ്പോ നീ എന്ത് ചെയ്യാൻ പോവാ? ശിവാജി എന്നോട് തന്നെ മറച്ചു വെക്കാണല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പസാരി നിങ്ങളെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കും. ഇതിന്റെ പേരും പറഞ്ഞ് നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത്തവണ പസാരിയുടെ കയ്യിലാണ് മൊത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റും. നിങ്ങളെ പസാരിയുടെ അടുത്തുനിന്ന് അണ്ടർവേൾഡിന് മാത്രമേ രക്ഷപ്പെടുത്താനാവുള്ളൂ. ഖാൻ പസാരിയുടെ മികച്ച ശത്രുവാണ്. അവൻ നക്കിയെ പോലെ പുറത്തുനിന്നല്ലാതെ മുംബൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഗ്യാങ് ലീഡ് ചെയ്യാണ്. ബജരംഗിക്കും അവന് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും അവൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ബജ്രംഗി, പുതിയ കമ്പനി തീർച്ചയായും പസാരിയുടെ തന്നെയാണ്. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെങ്ങനെയാ? അവനെ നമ്മൾ കൊല്ലണം, അത്രേ ഉള്ളൂ. അതൊരു മണ്ടൻ തീരുമാനമാണ്. ഇതിൽ മണ്ടത്തരം എന്താ കണ്ടത്? പസാരി ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അവൻ്റെ പിന്നിൽ ഒരു ഓർഗനൈസേഷൻ തന്നെയുണ്ട്. ആ ഓർഗനൈസേഷൻ നമ്മൾ തകർക്കണം. അവനെ നമ്മൾ കൊന്നുകഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിന്റെ കണക്ഷൻ നമുക്ക് കട്ടായി പോകും. ഇവനാള് വേറെയാടാ. നീ പറഞ്ഞോ. നിയമത്തിന്റെ രണ്ടു വശത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പസാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് രണ്ടുപേർക്ക് ഒരു വശത്ത് നിൽക്കാം. അവന്റെ സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ എനിക്ക് നിന്റെ സഹായം വേണം. ഇത് മണ്ടത്തരം അല്ല. എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഇല്ല മോളെ, സാരമില്ല, പറഞ്ഞോളൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം നോക്കായിട്ടില്ല. ഒന്നും സംഭവിക്കില്ലല്ലോ ഡാഡി? അറിയില്ല. നമുക്ക് തിരിച്ചു കൊച്ചിയിലേക്ക് പോവാൻ പറ്റില്ലേ? എനിക്കങ്ങനെ പോകാൻ കഴിയില്ല. ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണോ ഡാഡി? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ജോലിയല്ല മോളെ, എന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മുത്തശ്ശനെയും മുത്തശ്ശിയും നോക്കേണ്ടത്. ഡാഡിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ കാരണം പുതിയ കമ്പനിയുടെ ഹെഡ് ഖാൻ ആണെന്ന് എനിക്കൊരു പക്ക ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പ്ലാൻ പറയാം. നീ എവിടെയാ ഉള്ളതെന്ന് പസാരി അറിഞ്ഞു കഴിഞ്ഞു. നിന്നെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ സ്ക്വാഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ നിന്റെ ആൾക്കാരും വേഗം രക്ഷപ്പെട്ടു. ശിവാജി സത്യത്തിലൊരു മണ്ടനാടാ. നമ്മളോട് രക്ഷപ്പെട്ടോളാൻ പറയുന്നു. പസാരിയെ കൊല്ലാൻ ഇതിനേക്കാളും നല്ലൊരു ചാൻസ്
വീണ്ടും കിട്ടില്ല. ആ പുതിയ കമ്പനി ശിവാജിയുടെ പ്രോബ്ലമാ. നമ്മൾ പസാരിയെ കൊന്നിരിക്കും. പസാരി തന്റെ പൊസിഷൻ നിലനിർത്താൻ വേണ്ടി ഖാനെ ഒറ്റയടിക്ക് കൊല്ലാൻ പ്ലാനിട്ടിരിക്കുക. കാനിക്ക് പസാരിയുടെ മേലെയുള്ള പകവെച്ച് നോക്കുമ്പോൾ അവൻ നമ്മൾ പറയുന്നത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ബസാരിയുടെ കയ്യിൽ നിന്ന് ഖാനെ രക്ഷിക്കേണ്ടത് ഇന്ന് നമ്മുടെ ആവശ്യമാണ്. സോ വി ആർ റെഡി സർ. സോ Here, come on. Go, that's it. Go, go. കൊല്ലുന്നതിന് മുൻപ് നിനക്ക് കുറച്ച് വേദന കൂടി തരാം.